നമസ്കാരം കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ ക്യാപ്ഷൻ എല്ലാവരും വായിച്ച് കാണും. നിങ്ങളെ മനസ്സിലാക്കേണ്ട സമയം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നിങ്ങളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ സാധാരണ നോക്കുമ്പോൾ നമുക്ക് വീട്ടുകാർക്ക് മനസ്സിലാവുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്, അതിനുമുപരി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സമയം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഓൺ എക്സാം അതിൻ്റെ റിസൾട്ടൊക്കെ ഏകദേശം വരാൻ വേണ്ടി ഞാൻ ഇന്ന് വെയിറ്റ് ചെയ്താണ്. ഇപ്പോൾ ഏകദേശം എല്ലാവരുടെയും റിസൾട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്കൊരു ധാരണയായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് കുട്ടികളിൽ നല്ല മാർക്ക് കിട്ടേണ്ട ഒരു എക്സാമാണ് ഇപ്പോൾ കഴിഞ്ഞ ഓൺ എക്സാം അല്ലോ, ഫസ്റ്റ് ടൈം. ഇനിയുള്ള സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമേ അല്ല, ജയിക്കാൻ പോലും ഒത്തിരി കുട്ടികൾ ഫെയിലാവുന്ന ഒരു എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ടീച്ചേഴ്സിനാണേലും പേരൻസിനാണേലും വീട്ടുകാർക്കൊക്കെ നിങ്ങളെ ഒന്ന് നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടി സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് പബ്ലിക് എക്സാമിന് മുൻപ് ഇപ്പോൾ കഴിഞ്ഞത്. പക്ഷെ പലർക്കും നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള മാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ 60-ലായിരുന്നു മാർക്ക്. ഈ 60-ൽ നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ ഏകദേശം 60-ൽ ഒരു 45+ ഉണ്ടെങ്കിൽ നോട്ട് ബാഡ്, നല്ലതാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയാം. 50-ഉം 55-ഉം 60-ലോട്ടൊക്കെ എത്തിയ കുട്ടികളുണ്ട്, അവരൊക്കെ വെരി ഗുഡ്, ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ നമുക്ക് വേണം പറയാം. പക്ഷെ 45 താഴെ ഒരു 35, 30, 25, 20 ഒക്കെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടി പഠിച്ച്, അല്ലെങ്കിൽ അത്ര രസകരമായിട്ടൊന്ന് പഠിച്ചൊന്നും ഉള്ളതല്ല, എന്തൊക്കെ എഴുതി കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പബ്ലിക് എക്സാം എത്തുമ്പോൾ അതൊന്നും ഒരു സേഫായിട്ടുള്ള മാർഗ്ഗമല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സേഫ് അല്ലെന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഒന്ന് ഫെയിലായെങ്കിലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പഠിച്ചോളാം, അതിൻ്റെ തോന്നലുണ്ടാവേണ്ട എപ്പോഴെങ്കിലും. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരമായിരുന്നു എക്സാമിന് നല്ല രീതിയിൽ, കാരണം ഫസ്റ്റ് ടൈമാണ്, സ്കൂളിലോട്ടൊക്കെ പോയി നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റിയ ടൈമായിരുന്നു. പക്ഷേ കുട്ടികളാരും ശരിയായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അവരുടെ 10ാം ക്ലാസ്സിലെ മാർക്കൊക്കെ വെച്ച് ഇതുമായിട്ട് നോക്കുമ്പോൾ ആരാലും ഒന്ന് പിടിച്ച് തല്ലും. കാരണം 10ാം ക്ലാസ്സിൽ ഫുൾ A+ഓ CBSE ആണെങ്കിൽ പോലും നല്ല മാർക്സോടുകൂടി എല്ലാവരും +1 ജോയിൻ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഈ മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ, എൻ്റെ നോട്ടത്തിൽ നിങ്ങളുടെ ഏറ്റവും ലോ ആയിട്ടുള്ളൊരു മാർക്ക് ലിസ്റ്റ് ആയിരിക്കും നിങ്ങളിപ്പോൾ കണ്ടേക്കുന്നത്. മിക്കവാറും പേരൻസ് മീറ്റിംഗ് ഒക്കെ സ്കൂളിൽ കഴിഞ്ഞ് കാണും, ചീത്തവിളിയൊക്കെ കഴിഞ്ഞ് കാണും, ചിലപ്പോൾ അത് നടക്കാൻ പോകുന്നേ ഉള്ളായിരിക്കും. എന്തായാലും വീടുകളിൽ ചീത്തവിളി എല്ലാം കഴിഞ്ഞു, ഏകദേശം അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു, അതിൻ്റെ ഉത്സവമൊക്കെ കഴിഞ്ഞ് പ്രശ്നമെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുട്ടികൾ ഇപ്പോൾ ഇത്തിരി പഠിക്കാൻ തോന്നി എന്ന് തോന്നുന്നു. എൻ്റെ തോന്നലാണ് കേട്ടോ, നിങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷെ നിങ്ങൾ തോന്നേണ്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ വർഷം പാസ്സായവരും ഫെയിലായവരുടെയും എണ്ണം നിങ്ങളറിയണം. ഏകദേശം 3,78,000 3,78,000 കുട്ടികൾ +2 എഴുതിയായിരുന്നു. അതിനുള്ളിൽ ഏകദേശം 3 ലക്ഷത്തിനടുത്ത് കുട്ടികളെ പാസ്സായുള്ളൂ. ഏകദേശം 80,000 പേര് ഫെയിലായി. ഇതൊരു ഭീമമായിട്ടുള്ള നമ്പർ തന്നെ. 80,000, 80,000 സ്റ്റുഡൻറ്റ് ഫെയിൽഡ് ഇൻ ലാസ്റ്റ് ഇയർ ഇൻ +2. അതൊരു ചെറിയ നമ്പറാണോ? നിങ്ങൾ തന്നെ ആലോചിച്ചേ. നമ്മുടെ ഓരോ സ്കൂളുകളിലും ഏകദേശം പഠിക്കുന്ന +2 സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 150, 200, ഒത്തിരി ബാച്ച് ഉണ്ടെങ്കിൽ പോലും 200 ഒക്കെ ഉള്ളൂ. അതിൻ്റെ സ്ഥാനത്ത് 80,000, 80,000 എന്ന് പറയുമ്പോൾ എത്ര സ്കൂളിലെ എത്ര പേരാണ് തോറ്റേക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇനിയും ഇപ്പോൾ പഠിച്ച മാർക്ക് കിട്ടിയത് മോശമാണെങ്കിൽ, കുറവാണെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ 80,000 അടുത്ത വർഷത്തിൽ എത്തിപ്പെടാൻ സാധ്യതയാവും. ഓരോ കുട്ടിയും ശ്രദ്ധിക്കണം. ഒരിക്കലും ആരും ഈ കഴിഞ്ഞ വർഷം ഫെയിലായ ആരും മനസ്സിൽ വിചാരിച്ചില്ല ഞാൻ ഫെയിലാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ എഴുതുന്നത്? അല്ലല്ലോ, ജയിക്കണമെന്നല്ലേ. പക്ഷേ ഫെയിലായിപ്പോയി. അപ്പോൾ അവർക്കത് അസസ് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ അതിന് പിന്നെ വീണ്ടും അത് ഇറങ്ങി നടക്കുക പഠിക്കാൻ വേണ്ടി +2 അടുത്ത വർഷം എഴുതാൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റി, എങ്ങനെ പഠിക്കണമെന്നുള്ളത് മനസ്സിലായിട്ടില്ലെന്നാണ് എൻ്റെ തോന്നുന്നത്. എങ്ങനെയൊക്കെ ഇത് പഠിച്ച് മാർക്ക് കിട്ടുന്നത് എന്ന് പല കുട്ടികൾക്കും അറിയില്ല. 1-2 വഴിയെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ടൈമിൽ തന്നെ പഠിച്ച് നല്ലപോലെ എങ്ങും വേറെ കാര്യങ്ങളിൽ പോകാതെ പഠിക്കുക, അതൊരു വഴിയാണ്. രണ്ടാമത്, പകുതിയെ പഠിക്കാൻ പറ്റുള്ളൂ ക്ലാസ്സിൽ പഠിപ്പിച്ചത്, വീട്ടിൽ ചെന്ന് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യണം, അത് തോന്നണം. പക്ഷെ അതെല്ലാവർക്കും തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എല്ലാവർക്കും വീട്ടിൽ ചെന്നിരുന്നപ്പോൾ പഠിക്കുമേ ഇല്ല. വീട്ടിൽ ചെന്നുള്ള പഠിത്തം എന്ന് പറഞ്ഞാൽ മൊബൈലേല. അപ്പോൾ ഒത്തിരി പേര് പറയും പിന്നെ ഞങ്ങൾ ഒത്തിരി എന്നാലും മൊബൈൽ നമ്മളെ ഒത്തിരി ടൈം കളയുന്നുണ്ട് മക്കളെ. ഈ മൊബൈൽ നിങ്ങൾ വളരെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കാലമാണ്. ഇനി ഇഷ്ടംപോലെ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടെ നാളുകളുണ്ട്, എന്നിട്ട് ജോലിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷെ അന്ന് നല്ല ഫോണൊക്കെ വാങ്ങിച്ച് ജോലി ചെയ്യണമെങ്കിൽ ഇപ്പം നല്ലപോലെ പഠിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. ആരെങ്കിലും ഇപ്പോൾ മാർക്ക് ഒത്തിരി കുറവുള്ളവർ ശ്രദ്ധിച്ചോണം. പഠിക്കാൻ നിങ്ങൾക്ക് സമയമായി. നിങ്ങൾ നല്ല രീതിയിൽ കൂടെ പഠിച്ച അടുത്ത സെക്കൻഡ് ടൈമിന് ഏകദേശം ഒരു നല്ല മാർക്ക്, ഈ മാർക്കിന് മണ്ടയ്ക്കോട്ട് എല്ലാ സബ്ജക്റ്റിനും കിട്ടുന്ന രീതിയിൽ കൂടെ ഉറപ്പ് വരുത്താൻ ഇപ്പോൾ തുടങ്ങിയാൽ അത് ഉറപ്പായിട്ടും പറ്റും. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളെ, എല്ലാം കഴിയും. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു മുന്നറിയിപ്പ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്ന ഓരോരുത്തരും എങ്ങനെയാണ് പഠിക്കുക, എന്തുമാത്രം പഠിക്കണം, എത്രമാത്രം സമയം ചിലവഴിക്കണം എന്നൊക്കെ ഉള്ളത് അവരവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഓരോരുത്തരുടെയും പഠിത്തത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ പഠിക്കുന്നതിനുള്ള കഴിവ്, ആ സ്കില്ല് വ്യത്യസ്തമാണ്. അപ്പോൾ എത്ര നേരം പഠിച്ചാലാണ് ഒരു കുട്ടിക്ക് ആ തീർക്കേണ്ടത് അവരവർ തീരുമാനിക്കുക, അതിന് വർക്ക് ചെയ്യുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ, വേറെ സമയമൊന്നും കളയുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് നിങ്ങളൊന്ന് നോക്കുക. മോശം മാർക്ക് ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ഒന്ന് ജാഗ്രതയിലായിരിക്കണം. മീൻസ് നിങ്ങളുടെ മാർക്കിനെ ഒന്ന് കൂട്ടാൻ വേണ്ടി, ഡെവലപ്പ് ആക്കാൻ വേണ്ടി ഒന്ന് വർക്ക് ചെയ്യണം. ഓക്കെ, അത് മാത്രം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. സെക്കൻഡ് ടൈം മാക്സിമം പഠിക്കുക. നമ്മുടെ ക്ലാസ്സൊക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സിനെയൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നുള്ള ക്ലാസ് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.